ഗൈസ്, നമ്മുടെ വണ്ടി ഏതായാലും നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് നെസസറി ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ വണ്ടിയുടെ കെയറിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസും ഞാൻ പരിചയപ്പെടുത്തരാം. ഞാൻ എൻ്റെ വണ്ടിയിൽ വെച്ചാൽ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തരാം. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി വെച്ചാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ഫാനുണ്ട്. ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടാലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വല്ല ചെളിയോ അല്ലെങ്കിൽ കാക്കയൊക്കെ കാഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ കുപ്പിയിൽ വെള്ളം എടുത്ത് ക്ലീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഷാമ്പും ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലീനിങ് ഗ്ലൗസ്, ക്ലോത്ത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഫൈബർ ക്ലോത്തൊക്കെ ഉണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഈ കാണുന്നത് ടച്ചപ്പ് പെയിൻ്റാണ്. നമുക്ക് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടച്ചപ്പ് വെച്ചിട്ട് ആ ഒരു ചെറിയ ബ്രഷ് കൊണ്ട് നമുക്ക് അവിടെ മാത്രം ഒന്ന് കൊടുക്കാം. സെയിം പെയിൻറ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് ടയർ പോളിഷാണ്. M95ൻ്റെ ടയർ പോളിഷാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോളിഷാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം. അത്യാവശ്യം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. പിന്നെ ഇത് വരുന്നത് വിൻഷീൽഡ് വാഷറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഇത് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. ഇതൊന്നും നെസസറി അല്ല, എന്നാലും ഉണ്ടായാൽ നല്ലതാണ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിൽ വരുന്ന ചെറിയ സ്പോട്ടൊക്കെ ഇല്ലേ, ഒരുപാട് പഴയ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് യൂസ് ചെയ്യുക. അത് പിന്നെ എപ്പോഴും യൂസ് ചെയ്യുകയില്ല. അതുകൊണ്ട് ഇത് വാങ്ങി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്താലും മതി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് ക്ലീനർ. ഇപ്പോൾ നമ്മൾ തന്നെ വണ്ടി വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പോളിഷും കാര്യങ്ങളും അത്യാവശ്യം ഷൈനിങ് കിട്ടാൻ വേണ്ടി ഷൈനെക്സ് പ്രോൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ ക്ലീനർ നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും അത്യാവശ്യം വേണ്ട കാര്യമില്ല, എന്നാലും അത് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ സെറാമിക് പോളിഷ് വാക്സ്. ഇത് ഞാൻ യൂസ് ചെയ്തൊരു ഐറ്റം ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു നല്ല ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. ഒരു സെറാമിക് കോട്ടിങ് ഒക്കെ പുറത്ത് ചെയ്യാൻ നല്ല റേറ്റ് വരുമല്ലോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണ്. ഇത് കുറച്ചധികം യൂസ് ചെയ്യാം. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടെന്നാലും എനിക്ക് തോന്നുന്നു ഒരു പാതി അത്രയും തന്നെ ഇതിൽ ബാക്കി ഉണ്ടാവും. ഞാൻ വൈറ്റ് ആയിരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ബ്ലാക്ക് അടിച്ചപ്പോഴും ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3Mൻ്റെ ലിക്വിഡ് വാക്സാണ് ഇത്. ഇതും നമുക്ക് വണ്ടിക്ക് കുറച്ചൊരു ഷൈനിങ്, ഒരു പോളിഷ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ 3Mൻ്റെ തന്നെ ഒരു ഡാഷ്ബോർഡ് ഡ്രസ്സറാണ്. അതായത് ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. 3Mൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഐറ്റം തന്നെയാണ്. പിന്നെ ഉള്ളത് സ്ക്രാച്ച് റിമൂവർ. അത്യാവശ്യം വരുന്ന സ്ക്രാച്ചസൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഒന്ന് ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവും. അത് ബൈക്കിനാണെങ്കിലും എല്ലാ വണ്ടിക്കും, ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് ബൊലേറോ യൂസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ബോൾ ജോയിൻറ്റ്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് 2 ബോൾ ജോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റിലാണെങ്കിൽ റൈറ്റിലാണെങ്കിലും മാറുമ്പോൾ നമുക്ക് ഒരുമിച്ച് മാറുന്നുള്ളത്. അതുകൊണ്ട് 2 വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തും ബൊലേറോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും എടുത്ത് വെച്ചു. നമ്മൾ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പോണ വഴിക്ക് പണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഷോപ്പ് അന്വേഷിച്ച് ഒരു ഐറ്റം, അതായത് പാർട്സിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട ഒരു മെക്കാനിക്കിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി അത്യാവശ്യം കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ മാറ്റാനും പറ്റും. പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു ഇൻഫ്ലേറ്ററാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാറിലും കുത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നോർമൽ പ്ലഗിലും കുത്താൻ പറ്റും. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും വണ്ടിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയി എയർ കുറച്ച് കുറഞ്ഞു ചെറിയൊരു പഞ്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അടിച്ച് അടുത്ത ഇതിൽ വരെ എത്താം. അടുത്തൊരു സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലം വരെ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇനി അഥവാ നമുക്ക് ശരിക്കും പഞ്ചറാണ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴൊക്കെ ട്യൂബ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ട്യൂബ്ലെസ്സിൻ്റെ ആ ഒരു തിരി ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് വെച്ചാൽ മതി. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ ടൂൾ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ടൂൾ ബോക്സായിട്ട് കൊണ്ട് നടക്കുന്നത്. ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് വരുന്നുണ്ട്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈസി ആയിട്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കിടന്നു വണ്ടി എടുക്കാൻ നേരത്തെ പഞ്ചറായിട്ട് ഇരിക്കുന്നു, അത്യാവശ്യം വല്ല ആണി കയറിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ സ്പ്രേയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ പഞ്ചറായ ഇതിലൊന്ന് അടിച്ച് നോക്കാം. ആദ്യം തന്നെ കുറച്ച് എയർ അടിക്കാം. എന്നിട്ട് ആ പഞ്ചറായ ടയറിൽ ഇങ്ങനെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കുമ്മള വരുമല്ലോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആണി ഒക്കെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആണി കിട്ടുന്ന സമയത്ത് ഈ സംഭവം വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആണി ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് രണ്ടും മതി കേട്ടോ. ഞാൻ 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 2 എന്നിട്ട് ഇത് വെച്ചിട്ട് ആ ഹോളൊന്ന് നമ്മൾക്ക് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം. അത് ശരിക്കും ഇത് ഉള്ളിൽ കയറണം. ആ രീതിയിൽ ഉള്ളിൽ കയറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു തിരി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നേരെ കയറ്റിയിട്ട്
അപ്പുറത്തും ഇപ്പുറത്തും ഈക്വലാവുന്ന രീതിയിൽ കയറ്റാം. എന്നിട്ട് ആ ഹോളിലേക്ക് തന്നെ ഇതാണ് കയറ്റിയിട്ട് വെറുതെ ഒന്ന് തിരിച്ചിട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ഊരിപ്പോരും. ഇവിടെ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് അത് കട്ടായി പോരും. കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നത് നമ്മളൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്താലാണെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടും. കട്ട് ചെയ്തില്ല അങ്ങനെ നിൽക്കുന്നുള്ളൂ. ആ ഒരു രീതിയിൽ നിൽക്കും. ഞാൻ അത്യാവശ്യം ഒരു തവണ ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒട്ടിച്ച സമയത്ത് എനിക്ക് ഹെയർ അടിക്കാൻ നല്ല പണി കിട്ടി. ഞാൻ ജാക്കി വെച്ചിട്ട് നോർമൽ ചവിട്ടണ പമ്പ് വെച്ചിട്ട് ഹെയർ അടിച്ചിട്ട് മടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇതുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, MIയുടെ ഒക്കെ റീചാർജ് ചെയ്യണത് കിട്ടും. പക്ഷേ റീചാർജ് ചെയ്യാനൊക്കെ മറന്നു പോയാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അത് വാങ്ങിക്കാൻ. ഇത് കുഴപ്പമില്ല. പിന്നെ കൊണ്ട് നടക്കാൻ എളുപ്പം ഇപ്പോഴും ആ ഒരു MIയുടെ ഒരു ഇതാട്ടോ. അതാകുമ്പോൾ ചെറുതാണ്, ശരിക്കും ഒരു പവർ ബാങ്ക് പോലെ ഉള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബൈക്കിനാണെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും ട്രിപ്പൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ഇത് നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാം, എല്ലായിടത്തും യൂസ് ചെയ്യാം. അത്യാവശ്യം ചാർജും ചെയ്ത് വെക്കേണ്ട നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതിൽ ഇതൊക്കെ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റൊക്കെ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു ടൈയൊക്കെ, വയർ ടൈ ഒക്കെ കൊണ്ടുനടക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. എനിക്ക് ആവശ്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ബോൾ ജോയിൻറ്റ് പോയ സമയത്ത് ആ റൈറ്റ് സൈഡിലുള്ള കവർ ജസ്റ്റ് വിട്ടുപോയപ്പോൾ അതൊന്ന് കെട്ടി വയ്ക്കാനൊക്കെ ഇങ്ങനത്തെ സാധനം അന്വേഷിച്ചൊക്കെ ഒന്ന് കണ്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ നെസസറി ഐറ്റംസൊക്കെ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ടൂൾ ബോക്സിൽ അത്യാവശ്യം കുറച്ച് ടൂൾസൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. സ്ക്രൂ ഡ്രൈവർ ആണെങ്കിലും സ്പാനർ ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ഒരു സ്പാനറും ഉണ്ടാവണം നല്ലതാണ്. പിന്നെ ടേപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്ത് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ഈ 2 ഫാനിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം പഴയ വണ്ടിയാണ്, നിങ്ങൾക്ക് AC കൂളിംഗ് കുറച്ച് കുറവാണ്, മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ട് ശരിയാവണില്ല, അല്ലെങ്കിൽ കൂടുതൽ മെയിൻ്റെനൻസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അതുമല്ല ബാക്ക് സീറ്റിലേക്ക് AC പെട്ടെന്ന് എത്തുന്നില്ല. കാരണം ബാക്കിൽ AC വെൻ്റൊന്നും ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് 1000 സംതിങ് റേറ്റ് വരുന്നുണ്ട്. എന്നാൽ പോലും ഇത് അടിപൊളിയായിട്ടാണ്. ഫസ്റ്റ് തന്നെ ഇത് പരിചയപ്പെടുത്താം. ഇത് നമുക്ക് റൊട്ടേഷനൊക്കെ ഓട്ടോ റൊട്ടേഷനൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന സാധനം കേട്ടോ. 1500 രൂപയുടെ അടുത്തിന് റേറ്റ് വരുന്നുണ്ടോ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് AC വെൻ്റ് ഇല്ലേ, AC വെൻറ്റിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ആ AC വെൻറ്റിൻ്റെ അവിടെ കൊടുത്തിട്ട് ഈ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതിവിടെ ഇങ്ങനെ നിന്നോളും. എന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ഈ ഇതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, റിമോട്ട് പോലത്തെ ഒരു സെറ്റ്. അത് അതിൽ കണക്ട് ചെയ്തിട്ടു. എന്നിട്ട് ഇവിടെ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ കൊടുക്കുമ്പോൾ തന്നെ വേണ്ട ഇത് ഓണായി. വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 സ്പീഡുണ്ട്, 1 2 3 അങ്ങനെ 3 ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കൂടി വരും. പിന്നെ ഒന്നുകൂടി ഓഫ് ആവും. അങ്ങനെയാണ്. പിന്നെ ഇതിൽ സെൻറ്ററിൽ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേണ്ട കളർ തന്നെ വേണ്ട 2 ടൈപ്പ് ഉണ്ട്. അതായത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട്, കുറച്ച് ഡിമ്മായിട്ടുള്ള കളറുണ്ട്. അങ്ങനെ ഒരു തവണ ഞെക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ലൈറ്റ്, ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്ക്, ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും. പിന്നെ ഈ ഒരു സ്വിച്ച് വരുന്നത് ഓട്ടോ റൊട്ടേഷൻ. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യും. അടിപൊളിയല്ലേ. ഇതിപ്പോൾ AC കുറച്ച് കുറവാണെങ്കിലും ആ AC മൊത്തം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി ഇത് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഇത് കാറ്റും കൂടി നല്ല രീതിയിൽ വന്നു കഴിയുമ്പോഴേ ACയും പെട്ടെന്ന് സർക്കുലേറ്റ് ആവും. പിന്നെ ഇവിടെ ഡ്രൈവർ സൈഡിലേക്ക് തിരിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും പെട്ടെന്ന് കൂളിംഗ് കിട്ടും. അത്യാവശ്യം നല്ല വെയിലത്ത് നിന്നൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അധികം പെട്ടെന്ന് കൂളിംഗ് ആവാത്ത സാഹചര്യത്തിലൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. അതുമാത്രമല്ല AC ഇടാണ്ട് നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോഴും വേണമെങ്കിൽ പവർ ബാങ്കിൽ കുത്തിയിട്ടാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. എനിക്കിത് ഒരുപാട് യൂസ് വന്നിട്ടുണ്ട്. കാരണം AC ആദ്യം തണുക്കാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട്. പിന്നെ AC ഞാൻ ശരിയാക്കി. എന്നാൽ കൂടി ഇത് ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടുമ്പോഴൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പവർ ബാങ്കിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് നമുക്ക് ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാനാണ്. ഇതും അത്യാവശ്യം നല്ലൊരു ഫാനാണ്. കാരണം ഇതാണ് നമുക്ക് കൂടുതലും ബാക്ക് സൈഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യം കാണിച്ചെന്ന ഈ ഒരു ഫാൻ നമുക്ക് AC വെനിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ACനെ കുറച്ച് സർക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് ഇതിന് കാറ്റിട്ടില്ല. ഡ്രൈവർക്കും ഇപ്പുറത്തെ കോ ഡ്രൈവറിനായിരിക്കും അത്യാവശ്യം നല്ലൊരു യൂസ് ഇതിൽ കിട്ടുന്നത്. അല്ലാതെ ബാക്ക് സൈഡിലേക്ക് AC അല്ലെങ്കിൽ ആ ഒരു കാറ്റിൻ്റെ തണുപ്പും ഒക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് ജസ്റ്റ് പൊക്കിക്കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഹെഡ് റെസ്റ്റ് ഇങ്ങനെ കുറച്ച് പൊക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് വയ്ക്കാം. ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾസും ഇവിടെ തന്നെയുണ്ട്. ഇതിനൊറ്റ സ്വിച്ച് ഉള്ളൂ. ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. പിന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ സ്പീഡ് കൂടും, ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ സ്പീഡ്, അങ്ങനെ 3 സ്പീഡും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓഫ് ആവും. ആ ഒരു രീതിയിലാണ്. ഇതിനും വരുന്നത് USB പോർട്ടാണ്. അതും എനിക്ക് 2 ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 പ്ലഗ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ 2ഉം ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ആ ഒരു ഓട്ടോ ഇതില്ല, റൊട്ടേഷൻ ഇല്ല. പക്ഷേ ഇതിന് കാറ്റ് അതിനേക്കാളും നല്ല കൂടുതലാണ്. ബാക്ക് സൈഡിലേക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ AC ഒക്കെ പെട്ടെന്ന് അവിടേക്ക് സർക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. ആ പമ്പ് ഞാൻ കാണിച്ച് പരിചയപ്പെടുത്തി തരാം. ഇൻഫ്ലേറ്റർ ഇതിൽ
ഇത് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഇതുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്, വലിയ പ്രശ്നമില്ല. പിന്നെ ചെറിയൊരു ഡിസ്പ്ലേ, പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, LED ഉണ്ട്. പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെ ഇത്രയും കേബിളുകൾ വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഡയറക്റ്റ് പ്ലഗിലും കുത്താൻ പറ്റും, അല്ലാതെ തന്നെ ഇത് കാറിൽ സോക്കറ്റിലും കുത്താൻ പറ്റും. അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് വീട്ടിലാണെങ്കിൽ പ്ലഗിലും കുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എന്തുകൊണ്ട് അടിപൊളിയാണ്. അത് പിന്നെ വീട്ടിലെ ടോയ്സോ വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് എയർ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 3450 രൂപയോളം ഇതിന് റേറ്റ് വരുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. കണ്ട, ഇതിൽ LED ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഇരുട്ടത്താണെങ്കിലും എയർ അടിക്കാൻ വേണ്ടിയിട്ട് ഇതുമുണ്ട്. പിന്നെ ഇതിൽ 2 ഇതുണ്ട് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് കറണ്ടിൽ കുത്തുന്നതിന് ഒരു സോക്കറ്റും, അല്ലാതെ വണ്ടിയിൽ കുത്തുന്നതിന് വേറെ സോക്കറ്റും, അങ്ങനെ 2 സോക്കറ്റ് ഉണ്ട്. അപ്പോൾ 2ൻ്റെയും ഇത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം അടിപൊളി സംഭവമാണ്. നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരുപാട് പരിപാടിയൊന്നുമില്ല. ഇത് ഓണാക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ പവറും ഞെക്കുക, എന്നിട്ട് നമുക്കിതിൽ പ്ലസ് മൈനസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോൾ ഓട്ടോമാറ്റിക് അത് നിന്നോളും. അതുപോലെ തന്നെ യൂണിറ്റ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അടിപൊളിയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഐറ്റമാണ്. ഇത് തന്നെ ആണെന്ന് ഞാൻ പറയില്ല, ഏതെങ്കിലും വാങ്ങിച്ചാൽ മതി. MID ആണെങ്കിലും ഏതെങ്കിലും വാങ്ങിച്ചാൽ മതി. ഇത് ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ വഴിയിൽ കിടക്കുമ്പോൾ ചെറിയ ഏറൊക്കെ ഇല്ലാണ്ട് ഇടുകയാണെങ്കിൽ അടുത്ത സർവീസ് സെൻറ്റർ വരെ എത്തിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ മറ്റേ ഇതും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ട്യൂബ്ലെസ് ടയർ ഒട്ടിക്കുന്ന ആ ഒരു തിരി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒട്ടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യണ പോർട്ടിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. 4 മീറ്റർ നീളമുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ടയറിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കാര്യമൊന്നും പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്ലഗിൽ കുത്തുന്നതാണെങ്കിലും എല്ലാ സൈഡിലേക്കും നമുക്കത് എത്തിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടാൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ടാർഗറ്റ് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ സൈക്കിൾ വരെ ഞാനിതാ യൂസ് ചെയ്യണേ. നമുക്ക് കണ്ട, ഇപ്പോൾ 33 ആണെങ്കിൽ 33 യൂസ് ചെയ്യാം. ഇതിപ്പോൾ യൂണിറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ PSI കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 33 34 ആയിരിക്കുമല്ലോ. നോർമലി ഞാൻ അടിക്കുന്നത് 33 അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ചാൽ മതി. അപ്പോൾ 33 ആകുമ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ നമുക്ക് ഈ ആർമ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ LED കത്തിക്കാൻ പറ്റും. കണ്ട ഗൈസ്, ഇതിൻ്റെ ഒരു യൂസ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ചെടിക്ക് മരുന്നടിക്കാനൊക്കെയാണ്. പക്ഷേ നമ്മളിത് വണ്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സാഹചര്യത്തിൽ വണ്ടിയുമ്പോൾ ചെളിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു കുപ്പിയിൽ വെള്ളം വെക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇതിൽ വെള്ളം വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും കാഷ്ടമൊക്കെ ആയാലോ പാർക്കിങ്ങിനൊക്കെ ആയാലോ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ ചെറിയ ചെളികളാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വാട്ടർ സർവീസിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാടൊന്നും ഒരുപാട് വെള്ളവും ചെളിയൊന്നും ആക്കാണ്ട് തന്നെ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആദ്യം തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫുള്ള് വെള്ളമായിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഷാമ്പു ഒഴിച്ച് ഫുള്ള് ഷാമ്പു ആക്കാം. ഷാമ്പു ആയതിനു ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഇതാണ്, ഷൈൻ എക്സ്പ്രോൻ്റെ. ഈ ഗ്ലൗസ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. അവസാനത്തെ ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ 3Mൻ്റെ കാർ വാഷ് ഷാമ്പൂണ് യൂസ് ചെയ്യണത്. ഇത് അത്യാവശ്യം 3Mൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്കറിയില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇതിന് ഏകദേശം 400 രൂപ വരുന്നുണ്ട്. പിന്നെ ഞാൻ കാണിച്ച ഈ ഒരു സ്പ്രേയറിന് 300 രൂപ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മിക്ക സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഓൺലൈനാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ ടയർ പോളിഷ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ടയർ പോളിഷ് യൂസ് ചെയ്യാം. ഞാൻ ഈ 395 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടയർ പോളിഷ് ഏകദേശം ഒരു 500-1000 റേഞ്ചിലൊക്കെ കിട്ടും അത്യാവശ്യം. പിന്നെ ഇത് കുറേ നാൾ നിൽക്കൂട്ടെ ഈ ഒരു റേറ്റ് വന്നാലും. കാരണം ചെറിയ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു വണ്ടിയുടെ ടയർ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു ടയർ ഈ ഒരു ബോട്ടിലേക്ക് ഉണ്ടല്ല, നമ്മൾ ഈ ഒരു ഷാമ്പു ഒഴിച്ച് കൊടുക്കാം. ഈ ഷാമ്പൂവിന് ഇതേ ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഇതിൽ കൂടെ നമുക്ക് ഇതിലേക്ക് ആ ഷാമ്പു കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷാമ്പു അടക്കം സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഷാമ്പു വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ അടിച്ചിട്ട് നേരെ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ വേറെ വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട. ഷാമ്പു അടക്കം ഒഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാമ്പു ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ഈ ക്ലീൻ ചെയ്യണ സമയത്ത് അത്യാവശ്യം നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും, പോറലൊന്നും വീഴുകയില്ല. ഇതാണ് ഈ പ്രഷർ വാഷ് അത്യാവശ്യം നല്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ കുറച്ച് തവണ ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രഷറിൽ വരുന്നുണ്ട്. നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു
ഗ്ലൗസ് കൊണ്ട് ഇത് ക്ലീൻ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഇതാക്കാൻ നിൽക്കണം. നമ്മൾ ഓരോ ഏരിയയും ക്ലീൻ ചെയ്ത് പോകുന്നതാണ് ബെറ്റർ. കാരണം ആ ഒരു സോപ്പ് അവിടെ നിന്ന് ഒലിച്ച് പോകണൊക്കെ മുമ്പേ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോയത്. ഇതുവരെ ഫുൾ ബോഡി വാഷിന് നമ്മളിപ്പോഴും സർവീസ് സെൻറ്ററിലല്ല കൊടുക്കുക. ഒരു നമ്മുടെ രീതിയിൽ ഒരു ചെറിയ വാഷിങ് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അത്യാവശ്യം ടൈമുള്ളവർക്ക് ഫുള്ളായിട്ട് വാഷ് ചെയ്യാനും പറ്റും ഇതുകൊണ്ട്. പിന്നെ കുറച്ചും കൂടിയും അഡ്വാൻസ് ആയിട്ട് ചെയ്യണവർക്ക് വീട്ടിൽ തന്നെ പ്രഷർ പമ്പ് വാങ്ങിച്ച് വെച്ചാൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുന്നതിന് ശേഷം ഈ തുണി വെച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഒരു തുണി വെച്ചിട്ട് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, അത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മിക്കവരും കഴുകി കഴിഞ്ഞാൽ തുടയ്ക്കാറില്ല, തന്നെ ഉണങ്ങിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴേ കുറേ പാടൊക്കെ വരും, നമ്മൾ കൈ കൊണ്ട് വലിയ ഉപയോഗമില്ലാണ്ട് വരും. ഈ തുണി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും പോവും, അതുപോലെ തന്നെ അവിടെ നല്ല ക്ലീനായി കിട്ടും. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നല്ല നല്ല കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസോ റിവ്യൂസോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. മാക്സിമം ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അതിന് വീഡിയോ ഇടാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, അപ്പോൾ അതിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.